നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കേരള വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക ഭാരവാഹിയായിരുന്ന NH അൻവറിന്റെ സ്മരണയിൽ മെയ് 7 കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. ആരാധനായ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർക്കയുടെ ഓർമ്മദിനം നമ്മൾ സംഘടനയുടെ പതാക ദിനമായി കൂടി ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇന്ന് ഈ പതാക ഉയർത്തുകയാണ്. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, മെയ് 7 സിന്ദാബാദ്, NH അൻവർ ദിനം സിന്ദാബാദ്. കുത്തകകൾക്കെതിരായ ജനകീയ പ്രതിരോധത്തിനുള്ള കരുത്തുറ്റ സംഘടനയായി COAയെ വളർത്താൻ അക്ഷീണ പ്രയത്നം നടത്തിയ സാരഥിയായിരുന്നു NH അൻവർ. അദ്ദേഹത്തിന്റെ 10ാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായാണ് കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചത്. കൊച്ചി COA ആസ്ഥാനത്ത് നടന്ന അനുസ്മരണത്തിൽ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു. നാളെയിലേക്ക് പ്രതീക്ഷകളോടെയും കരുത്തോടെയും മുന്നേറാനുള്ള ഊർജമാണ് NH അൻവറിന്റെ സ്മരണയെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ഓരോ ഓർമ്മ ദിനവും ഞങ്ങൾക്ക് നാളെയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുന്ന ഓർമ്മകളായി ഇന്നും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് കേരള വിഷനെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കടമയുമാണ് ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ളത്. തീർച്ചയായും ആ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിന് ഈ ഓർമ്മ ദിനവും ഈ പതാക ദിനവും കൂടുതൽ കരുത്തേകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങിലും അനുസ്മരണത്തിലും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ് തുടങ്ങിയവരും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. NH അൻവറിന്റെ സ്മരണ സംഘടനയെ സംബന്ധിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള കരുത്താണെന്ന് NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് എന്നും കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷനും ഡിജിറ്റൽ കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. NH അൻവർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ മീഡിയ രംഗത്ത് സമഗ്ര സംഭാവന പുരസ്കാരം NH അൻവർ പുരസ്കാരം നൽകുന്നുണ്ട്. അതുപോലെ ചാനൽ രംഗത്ത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ശ്രീ അൻവർ വഹിച്ച പങ്കും ഇന്ത്യയിലാകം ഈ കമ്പനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്ന വേരോട്ടവും ഒക്കെ അനുസ്മരിക്കുന്നതിനാണ്. കേരള വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക ഭാരവാഹിയായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ ഏറ്റുവാങ്ങി. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. കേരള വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന മാധ്യമ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കണ്ട് നേരിടുന്നതാണ് മാധ്യമ പ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മൾ ഒരുപക്ഷെ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമ പ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമങ്ങൾ ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അൻവറുമായിട്ട് ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന
ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമരംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MV നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി. ഏറ്റവും പ്രാദേശികമായ ഒരു സംരംഭമാണ് COA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിട്ടുള്ളത്. NH അൻവറിനെ പോലുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള NH അൻവറിനോടൊപ്പം വേദിയിലും സദസ്സിലുള്ള നിരവധിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇനി കിതച്ച് നിൽക്കാനൊന്നുമില്ല. ഇനി സ്പ്രിൻ്റ് ഓടുന്നത് പോലെ ഓടിയാൽ ഈ രാജ്യത്തെ ഏത് കുത്തകയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയോടുകൂടി നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമായി നിലകൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു അഭിനന്ദന വാചകമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹിസ് അർഹനായി. റാഹിസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രൻ അർഹയായി. പ്രണയം തകർത്ത ജീവിതമെന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാതുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കർ നാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി വിജയ് കൃഷ്ണൻ K ട്രസ്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ പ്രസംഗിച്ചു. അക്കിക്കാവിൽ മിനി പിക്കപ്പ് ലോറി ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ അപകടം 2 പേർക്ക് സാരമായി പരുക്ക്. അക്കിക്കാവ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന മിനി പിക്കപ്പ് ലോറിയാണ് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞത്. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് ഹൈവേ പോലീസും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പാവർട്ടിയിൽ വീട് കുത്തി തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി അഷ്റഫാണ് പിടിയിലായത്. ബുധനാഴ്ച പകലാണ് പുളിഞ്ചേരിപ്പടി പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിൽ കവർച്ച ഉണ്ടായത്. വീട്ടുകാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം. വൈകിട്ട് 5ഓടെ ഇവർ തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വീടിനുള്ളിലെ സ്റ്റീൽ അലമാരയിൽ 2 പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ മാലയും വളയും ഉൾപ്പെടെയുള്ള 10 പവനോളം ആഭരണമാണ് കവർന്നത്. കവർച്ച വേഗത്തിൽ പൂർത്തിയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാകാം ഒരു പെട്ടിയിലെ ആഭരണങ്ങൾ മാത്രം നഷ്ടപ്പെട്ടത് എന്നാണ് വീട്ടുകാർ കരുതുന്നത്. തുടർന്ന് പാവർട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. KSRTC സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരുക്ക്. താഴത്തെ അക്കിക്കാവിൽ വെള്ളിയാഴ്ച കാലത്ത് 7 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിത്തടം ഭാഗത്തു നിന്ന് വന്നിരുന്ന സ്കൂട്ടർ ഹൈവേയിലേക്ക് കടക്കുന്നതിനിടയിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരിയായ 58 വയസ്സുള്ള ശാന്തയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രകടനം നടത്തി. UDFനെ ഒറ്റക്കെട്ടായി നിർത്തി ഭരണം തിരിച്ചുപിടിക്കാൻ പടനയിച്ച VD തന്നെ ഭരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ താൽപര്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ ജമാൽ കോട്ടോൾ, സിറാജ് കടവലൂർ, ഷാദുലി ആൽത്തറ, സഹദ് കല്ലുംപുറം, ഉണ്ണിക്കുട്ടൻ, സുബ്രഹ്മണ്യൻ, റസാഖ് കരിക്കാട്, മസ്താൻ കോട്ടോൾ, ഷക്കീർ തുടങ്ങി നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ബസ്സുകളുടെ മത്സരയോട്ടം യാത്രക്കാരെ ദുരിതത്തിലാക്കി. വെള്ളിയാഴ്ച രാവിലെ 8ഓടെ പെരുമ്പിലാവാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം.
ഒടുവിൽ പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ്സുകൾ തമ്മിൽ കൂട്ടിയുരസുകയും ഒരു ബസിന്റെ സൈഡ് മിററിൽ മറ്റൊരു ബസ് തട്ടുകയും ചെയ്തു. തുടർന്ന് ബസ് തൊഴിലാളികൾ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും 2 ബസ്സുകളുടെയും ട്രിപ്പ് നിർത്തിവെച്ചതായി അറിയിക്കുകയുമായിരുന്നു. ഇതോടെ ഇരു ബസ്സുകളിലെയും യാത്രക്കാർ വലയുകയും ദുരിതത്തിലായ യാത്രക്കാർ മറ്റു ബസ്സുകളെ ആശ്രയിക്കുകയും ചെയ്തു. ബസ്സുകളുടെ ട്രിപ്പുകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ബസ്സിലെ യാത്രക്കാരും ബസ് തൊഴിലാളികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സമയപ്രശ്നത്തെ ചൊല്ലിയുള്ള ബസ്സുകളുടെ മത്സരയോട്ടത്തിലും യാത്രക്കാരെ പാതിവഴിയിൽ ഇറക്കിവിട്ട ബസ് തൊഴിലാളികളുടെ നടപടിയിലും ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. ഇത്തരം ബസ് തൊഴിലാളികൾക്കെതിരെ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവ് മാർ ഒസ്താത്യൂസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്ത സഹകരണത്തിൽ നടത്തുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സഹയാത്ര എന്ന പേരിൽ നടത്തുന്ന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിളംബര ജാഥയും ഫ്ലാഷ് മോബും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാസ്റ്റർ ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ AP ബിന്ദു, ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ VC ബിനോജ്, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ, PTA അംഗം K ജോഷി ജോർജ്, ചെയർപേഴ്സൺ ആതിര സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ രാജി TK സ്വാഗതവും NSS സെക്രട്ടറി സജിൻ നന്ദിയും പറഞ്ഞു. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ മെയ് 6 മുതൽ 12 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന വിവിധ കർമ്മ പദ്ധതികൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഏകദിന ശില്പശാല നടത്തി. കുട്ടികളിലെ കരകൗശല കഴിവുകൾ വികസിപ്പിക്കാനായിട്ടാണ് കളിമൺ പ്രതിമ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഉദ്ഘാടനം ജൂബിലി ജനറൽ സെക്രട്ടറി KA ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായി. നിരവധി കളിമൺ ശില്പങ്ങളാണ് ശില്പിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഗണേഷിന്റെ നിർദ്ദേശത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ശില്പശാലയ്ക്ക് സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ബാബു, ബാലൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ ഇൻചാർജ് S സിമിലി, K രവീന്ദ്രനാഥ്, ദീപ R നാഥ്, MP ശ്രീകല, KV വൃന്ദ, ഡോക്ടർ ബിനോജ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായി കൾച്ചറൽ സൊസൈറ്റിയും അരുവായി വായനശാലയും സംയുക്തമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെയും സൊസൈറ്റിയുടെയും വായനശാലയുടെയും മുൻകാല പ്രവർത്തകരെയും പ്രസിഡന്റ് ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമോത്സവത്തിന് സൊസൈറ്റിയുടെയും വായനശാലയുടെയും ഭാരവാഹികളായ KT കൊച്ചുണ്ണി, AV വിനീഷ്, AN പ്രദീപ്, K ആകാശ്, സന്ദീപ് ദാസ്, ജിഷ്ണു മണികണ്ഠൻ, M ഉദയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ അമൃത, അമയ എന്നിവരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകമ്പാൽ ചിറക്കൽ യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് മെമ്പർ അനിൽകുമാറിന്റെ മക്കളാണ് അമൃതയും അമയയും. യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ഇരുവർക്കും ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി PA മോൺസൺ, ട്രഷറർ അനിൽ P മാത്യു, കൗൺസിൽ അംഗം വിശ്വനാഥൻ, മെമ്പർമാരായ PM സ്കറിയാച്ചൻ, റെഡിസൺ റോയ്, ബ്രീസ്മോൻ, ഹക്കീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ YMCAയിൽ മെയ് 10 സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. കുന്നംകുളം IMAയുടെ സഹകരണത്തോടെ YMCAയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റും സഹകരിച്ച് നടത്തുന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ 12 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാട്ടകമ്പാൽ, പഴഞ്ഞി എന്നിവിടങ്ങളിലെ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പോഷൻ പക്വാട 2026ന്റെ ഭാഗമായി ICDS തൃത്താല പദ്ധതിക്ക് കീഴിലെ ചാലിശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം കിഴക്കേ പട്ടിശ്ശേരി 108 നമ്പർ അംഗൻവാടിയിൽ നടന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംവിത അജിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ICDS സൂപ്പർവൈസർ S സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറയ്ക്കുവാൻ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ കൗൺസിലർ K ശ്രീകല ക്ലാസ് നയിച്ചു. പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ, കൗമാരപ്രായക്കാർ, പ്രദേശവാസികൾ, കുടുംബശ്രീ ADS, ആശ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. അംഗൻവാടി അധ്യാപിക P ഉദയകുമാരി സ്വാഗതവും ICDS ചാലിശ്ശേരി അംഗൻവാടി ലീഡർ VT കാർത്തിയായനി നന്ദിയും പറഞ്ഞു. തൊഴിയൂർ ലാലിഗ സ്പോർട്സ് വില്ലേജ് മോണിറ്ററിംഗ് പ്ലെയേഴ്സിന്റെ നേതൃത്വത്തിൽ KP സജീവ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. ലാലിഗ ടർഫിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ് മത്സരങ്ങൾ.
വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫികൾക്ക് പുറമെ ആദ്യ 2 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും ഉണ്ടാകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,975 രൂപ. സ്വർണം പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.